ജിൻഡോയെ കാണാനില്ല. വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം ജിൻഡോ ഒന്ന് അണഞ്ഞു എന്നത് ശരിയാണ്. അതിനുശേഷം ലാലേട്ടന്റെ എപ്പിസോഡ് വന്നു. ലാലേട്ടന്റെ എപ്പിസോഡിൽ ജിൻഡോയെ സിബിന്റെ കളിപ്പാവയായിട്ട് ചിത്രീകരിച്ചു. എടുത്തു കൊടഞ്ഞു. മെന്റൽ പ്രഷറിലേക്ക് ജിൻഡോ പോയി. പിന്നെ ചെറുതായിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഇപ്പോ ജിൻഡോ എവിടെയാണ്? ജിൻഡോ ഒരു ഗെയിമിലും നന്നായിട്ട് കളിക്കുന്നില്ലേ എന്ന് തന്നെയാണ് തോന്നുന്നത്. ജിൻഡോയുടെ കളി അവസാനിച്ചു. സിജോയും കൂടെ വന്നതോടുകൂടി ജിൻഡോയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷനായി. സിബിൻ പുറത്തു പോയി, പൂജ പുറത്തു പോയി. അപ്പോൾ ജിൻഡോ ശരിക്കും ഒരു ഒറ്റയാളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ജിൻഡോ അധികം നന്നായിട്ട് കളിക്കുന്നില്ല, അല്ലെങ്കിൽ നേരിട്ട് കളിക്കുകയോ കാര്യങ്ങളോ ഒന്നും പഴയതുപോലെ ഫൺ എന്റർടൈൻമെന്റിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ഭാവിയെ ബാധിക്കുമോ എന്ന് ഡൗട്ട് ഉണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒരു മെന്റൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മെന്റൽ പ്രഷർ താങ്ങാൻ വയ്യാതെ പല ആൾക്കാരും പല തരത്തിലുമുള്ള പ്രഷറുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു, പല ഡിസ്റ്റർബൻസും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്ന് തന്നെ രാവിലെ കിച്ചണിൽ ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല. കിച്ചൺ ടീമിൽ ജിൻഡോ പോലും ഫുഡ് പോലും ഉണ്ടാക്കിയിട്ടില്ല. സോ അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ജിൻഡോ ഇങ്ങനെ ഒരു നല്ലൊരു പ്ലെയർ ആയിരുന്നില്ല. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ സിജോ തിരിച്ചു വന്നു. സിജോ തിരിച്ചു വന്നിട്ട് ജിൻഡോയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജിൻഡോയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഇതാണ്. പക്ഷെ ജിൻഡോ അധികം ഈ ഒരു ടാസ്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജിൻഡോ ആയിട്ട് മാറുന്നു. വലിയൊരു പ്ലേയിലേക്ക് ജിൻഡോ വരുന്നില്ല. ജിൻഡോയെ കാണാനില്ല എങ്കിൽ, ജിൻഡോയെ ഇങ്ങനെ കാണാതാവുകയാണെങ്കിൽ ജിൻഡോ പെട്ടെന്ന് തന്നെ ഒരു നോമിനേഷനിൽ വരികയും വീണ്ടും ഡൗൺ ആവുകയും ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നന്നായിട്ട് കളിക്കേണ്ട ഒരു പ്ലെയർ ആയിരുന്നു ജിൻഡോ. ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് കിട്ടിയ വഴക്ക് പ്രകാരം ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജിൻഡോ നന്നായിട്ട് പുറത്തു വരേണ്ട ഒരാളാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. പക്ഷെ അങ്ങനത്തെ പൊട്ടൻഷ്യൽ ഇപ്പോൾ ജിൻഡോ കാണിക്കുന്നുണ്ടോ എന്ന ഡൗട്ടാണ്. ജിൻഡോ പുറത്തേക്ക് വരികയും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യേണ്ടത് ഒരുപാട് ഫാൻസുകാരുടെ ആവശ്യമാണ്. ജിൻഡോയ്ക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടെന്ന് ജിൻഡോയ്ക്ക് അറിയാമോ എന്ന് തന്നെ അറിയാൻ വയ്യ. സോ എന്ത് തന്നെ ആയാലും ജിൻഡോ നന്നായിട്ട് പ്ലേ ചെയ്തില്ല എങ്കിൽ ജിൻഡോയുടെ ഭാവി എന്തായാലും അവതാളത്തിലാകുമെന്ന് ഉറപ്പാണ്. കാരണം ജാസ്മിൻ ഉൾപ്പെടെ, സിജോ, ഗബ്രി ഉൾപ്പെടെ നല്ല സ്ട്രോങ് ആയിട്ട്, മെന്റലി നല്ല സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ മെന്റലി ഡൗൺ ആകുന്ന ഒരു ജിൻഡോയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയാൽ ജിൻഡോയ്ക്കുള്ള ഭാവി, ബിഗ് ബോസ് ഹൗസിന്റെ ഭാവി ജിൻഡോ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. എന്ത് തന്നെ ആയാലും ജിൻഡോയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്.